മനുഷ്യർ ജനിക്കുന്നു, മരിക്കുന്നു. ഒരു മനുഷ്യന്റെയും മരണം വരെ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിലും വളരെ അമിതമായിട്ടും ഭാരം ചുമന്നില്ലെങ്കിലും ഈ ഭൂമിയിൽ മനുഷ്യർ ജീവിക്കും. കാരണം നമ്മൾ ആരും ജനിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുക. നമ്മൾ ആരും ജനിക്കുമ്പോൾ നമുക്ക് ജീവിക്കുവാൻ വേണ്ടി നമ്മൾ ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷേ അമ്മയുടെ ഉദരത്തിൽ നിന്ന് നാം പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് പാല് കിട്ടുന്നു, നമുക്ക് ഉടുപ്പ് കിട്ടുന്നു, നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമുണ്ട് അതെല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ആരും ജനിക്കുന്നതിന് മുമ്പ് നമ്മളിത് ആരും ഉണ്ടാക്കി വെച്ചിട്ട് ജനിച്ചവരല്ല. അതെല്ലാം ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാര്യം നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് നമ്മൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിലും വലിയ വലിയ ഭാരങ്ങൾ ചുമന്നില്ലെങ്കിലും നമുക്കിവിടെ ഭൂമിയിൽ ജീവിച്ചു പോകാം. പക്ഷേ ഇവിടെ ഇന്ന് ഈ പകൽക്കാലം ഇന്ന് ആലപ്പുഴ സ്റ്റാൻഡിലുള്ള ജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, നാം മരണം കൊണ്ട് നമ്മുടെ ജീവിതം തീരുന്നില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. ആ മരണശേഷമുള്ള ഒരു ജീവിതത്തിലേക്ക് നാം കടക്കേണ്ടതിന് സന്തോഷമായി സമൃദ്ധിയായി നാം ജീവിക്കേണ്ടതിന് നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, നാം ശരീരത്തിലായിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടമാകുന്നതിന് മുമ്പ് തന്നെ നാം അതിനൊരുക്കി വെക്കേണ്ടതാണ്. അത് ഓരോ വ്യക്തിയോടും ലോകത്തിലുള്ള സകല മനുഷ്യരോടും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വന്ന് എല്ലാവരോടും സംസാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിട്ടുണ്ട്. ന്യായവിധി എന്താണ് ന്യായവിധി വരാനുള്ള കാരണം എന്താണ്? നമുക്ക് ദൈവം തന്നിരിക്കുന്ന പ്രമാണം നാം അനുസരിച്ച് ജീവിക്കണം. അതാണ് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം. അതറിയിക്കുവാൻ വേണ്ടി തന്നെയാണ് പുത്രൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ നമ്മളെ പാപത്തിൽ നിന്ന് നമ്മളെ മോചിക്കണമെങ്കിൽ ദൈവത്തിന്റെ പുത്രൻ നമുക്ക് വേണ്ടി മരിക്കണം, നമ്മുടെ പാപത്തിന് പരിഹാരമായി തീരണം. അത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതിനുവേണ്ടി തന്നെയാണ് പുത്രനെ ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഈ ഭൂമിയിലേക്ക് അയച്ചത്. അങ്ങനെ ആ ദൈവത്തിന്റെ പുത്രൻ മനുഷ്യ ശരീരമെടുത്ത് ഭൂമിയിലേക്ക് വന്ന് 30-ാമത്തെ വയസ്സിൽ തന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ് ചെയ്തത്. ആ പ്രവൃത്തി ആരംഭിച്ചുകൊണ്ട് 3.5 വർഷം തന്റെ ശിഷ്യന്മാരെ 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ പഠിപ്പിച്ചു. അവരെ ലോകത്തിന്റെ ഗുരുക്കന്മാരാക്കി മാറ്റി. അവർ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ അവരോട് ആഹ്വാനം ചെയ്തു.